ശ്രീതു ഔട്ടായോ? മിഡ് വീക്ക് എവിക്ഷൻ നടന്നോ? എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ട്വിസ്റ്റുകളുണ്ടോ എന്തെങ്കിലും? പറയാം. ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ജെനുവിൻ ബിഗ് ബോസിൻ്റെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോയും ചെയ്യണം. അപ്പോൾ ശ്രീതു ഔട്ടായോ മിഡ് വീക്ക് എവിക്ഷനിലൂടെ? ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. ചെറിയൊരു ലെവലിൽ ഞാൻ അറിഞ്ഞു, ഒരു 50-50 ചാൻസേ ഞാൻ പറയുന്നുള്ളൂ. എപ്പോഴും ഞാൻ പറയുമ്പോൾ ഒരു 100% കൺഫേംഡ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, എവിക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ വന്ന് പക്ക നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. എല്ലാ പ്രാവശ്യം വന്ന് ഞാൻ പറയുന്നത് 100% ഇയാളെ തന്നെയാണ് പുറത്ത്, അങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഗ്രാൻഡ് ഫിനാലെ വീക്ക് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ഒന്നും നിങ്ങളുടെ അടുത്ത് പറയാനും പറ്റുന്നില്ല, ഞാനൊന്നും അറിയുന്നുമില്ല, ഒരു ഇൻഫർമേഷൻസും ലീക്ക് ആവുന്നില്ല. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരൊറ്റ ഇൻഫർമേഷൻസും ലീക്ക് ആവുന്നില്ല. എന്നിരുന്നാലും വളരെ 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 ബുദ്ധിമുട്ടിയിട്ട് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഔട്ടായോ എന്ന് തിരക്കിയപ്പോഴത്തേക്കും ശ്രീതു ഔട്ടായി എന്ന് കേൾക്കുന്നു. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, കൺഫേംഡ് ഞാൻ പറയുന്നില്ല, ഒരു 50-50 ചാൻസിൽ അങ്ങനെ വെച്ചിരുന്നാൽ മതി. നമുക്ക് നോക്കാം. നാളെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഔട്ടായി എന്നുള്ളൊരു ലെവലാണ് എങ്കിൽ നാളെ നമുക്ക് കാണാൻ പറ്റും ലൈവിൽ. പക്ഷെ ലൈവിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, തമിഴ് ബിഗ് ബോസിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു എവിക്ഷൻ ലാസ്റ്റ് വന്നിട്ട് ടോപ്പ് 5 ഡിക്ലെയർ ചെയ്തത് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ആക്കുമോ എന്ന് ഞാൻ സംശയം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരു 50-50 പറയുന്നുള്ളൂ. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഒരു ഇൻഫർമേഷൻസും അറിയാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റുന്നുള്ളൂ. വേറെ ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം. നമുക്ക് നോക്കാം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീതു ഔട്ടാവുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ ജയിക്കാനുള്ള ഒരു സാധ്യത 90% കാണുന്നുണ്ട്. കാരണം ശ്രീതുവിനൊരു മാസീവ് സപ്പോർട്ട് വോട്ട് ഇല്ലാതെ ശ്രീതു ഇത്രയും ദിവസം അവിടെ നിൽക്കത്തില്ല. ഈ വോട്ടെല്ലാം കൂടി അർജുന് മറിയും. നിലവിൽ അർജുൻ്റെ വോട്ട് നല്ല ലെവലിലാണ് നിൽക്കുന്നത്. വോട്ടിൻ്റെ കുറച്ച് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയാം. അപ്പോൾ ഇതും കൂടി ആകുമ്പോഴത്തേക്കും അടിപൊളി, അർജുൻ ജയിക്കാനുള്ള എല്ലാ വകുപ്പുകളും നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.